ഞാനിപ്പോ കൊയിലാണ്ടിയിലാണുള്ളത്. കൊയിലാണ്ടിയിൽ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗമായിട്ട് കൊയിലാണ്ടിയിലെ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളാണ് മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കൊയിലാണ്ടി എന്ന് പറയുന്നത് ശരിക്കും ടൗണ് വിട്ടുകഴിഞ്ഞാൽ ഒരു ഗ്രാമ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്, ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങളിൽ നിന്നുള്ള നടവഴികളും ഊടുവഴികളും ചെറിയ റോഡുകളും ചെന്നെത്തുന്നതാണ് കൊയിലാണ്ടി നഗരത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിനിടയിൽ യാത്രാ സൗകര്യങ്ങളുള്ള ബസ്സുള്ള റൂട്ടുകൾ വളരെ കുറവാണ്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോ ആണ്. ഓട്ടോ ഒരു ഓർഡർ പോയി തിരിച്ചു വരുമ്പോൾ അതിനകത്താണ് പലരും കൈകാണ്ടി കയറാനുള്ളത്. ഞാനടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് തിരിച്ച് ടൗണിലേക്ക് എത്തുക. കാരണം ഒരു 10 രൂപ ചെലവുണ്ടെങ്കിൽ 10 രൂപ ചെലവാക്കിയാൽ ടൗണിലേക്ക് എത്താം. അത്രയും ദൂരം നടക്കാതെ ഒരു 2-3 കിലോമീറ്റർ ഒക്കെ നടന്നൊരു 15 റുപ്യ ഉണ്ടെങ്കിൽ ഒരു 4 കിലോമീറ്റർ ഒക്കെ നടക്കാതെ ടൗണിലേക്ക് എത്താം. പക്ഷെ അങ്ങനെ കയറുന്ന ആളുകളുള്ള ഓട്ടോ കൊയിലാണ്ടിയിലെ ചില RTO ജീവനക്കാർ തടയുകയും പുറകിൽ കയറിയിരിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അത്തരം ആളുകളെ നാട്ടിൻപുറത്തുനിന്ന് ആളുകളെ തിരിച്ച് കയറുന്ന വണ്ടികൾക്കെതിരെ ഭീമമായ ഒരു ഫൈൻ ഇടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൊയിലാണ്ടിയിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എല്ലാവരും അല്ല, ഏതോ ഒരു ഉദ്യോഗസ്ഥനാണ് അതിന്റെ പിന്നിൽ. അവരതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഓട്ടോകൾ ഓടുന്നത് കൊണ്ടാണ് ബസ്സിലെ യാത്രക്കാർ കുറയുന്നത് എന്നാണ്. കൊയിലാണ്ടി സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾ ഇല്ലെന്ന് പറയുന്നില്ല, ഇഷ്ടം പോലെയുണ്ട്. അത് പെർമിറ്റ് ഇല്ലാത്ത വണ്ടികളുണ്ട്, പെർമിറ്റ് ഉള്ള വളരെ ചുരുക്കം ചില വണ്ടികളും ഇങ്ങനെ ബസ് സ്റ്റോപ്പിനടുത്തൊക്കെ നിർത്തിയിട്ടിട്ടും അല്ലെങ്കിൽ രാവിലെ തന്നെ ട്രിപ്പ് അടിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അത്തരം ആളുകളെ ഈ കൊയിലാണ്ടി പെർമിറ്റുള്ള അല്ലെങ്കിൽ യൂണിയനിലുള്ള ഒരാളും അതിനെ അംഗീകരിക്കുന്നില്ല. അത്തരം ഓട്ടോകൾക്കെതിരെ എന്ത് നിയമ നടപടി എടുത്താലും ആരും പ്രതിഷേധിക്കാൻ വരികയില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. ബസ് സ്റ്റോപ്പുകൾ ഇടയിൽ 2 ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അതിനിടയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളുണ്ടാവും. അവര് ബസ് കയറാതെ തന്നെ ഓട്ടോ കയറുന്ന ആളുകളുണ്ട്, അസുഖമുള്ള ആളുകളുണ്ട്, ബസ്സിൽ ആ പടി സ്റ്റെപ്പ് കയറാൻ സാധിക്കാത്ത ആളുകളുണ്ടാവും, കുട്ടികളെ എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊന്നും ബസ്സിൽ കയറാൻ ബസ് യാത്ര ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. അവര് ഓട്ടോന് കൈ കാണിക്കും. അത് അവരുടെ ഇഷ്ടമാണ്, അവരാണ് തീരുമാനിക്കുന്നത് ഇതിൽ കയറണം എന്നുള്ളത്. അത് ഏത് തരത്തിലാണ് ബസ്സിനെ ബാധിക്കുക എന്ന് എനിക്ക് മനസ്സിലായില്ല. സമാന്തര സർവീസുകൾ നടത്തുന്ന വണ്ടികൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനെതിരെ നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് എല്ലാവിധ ഓട്ടോ തൊഴിലാളികളുടെ സപ്പോർട്ടും ഉണ്ടാവും. പക്ഷെ ഇത് ഈ ഓട്ടോ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജോയിന്റ് RTO ഇങ്ങനെ ഒരു നടപടി എത്തുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. കാരണം ബസ്സിനെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടി വിട്ട് കഴിഞ്ഞാൽ 1-2 സ്റ്റോപ്പാണ് കൊല്ലത്തേക്ക്. 2 കിലോമീറ്റർ ദൂരമുള്ള കൊല്ലത്തേക്ക് 2 സ്റ്റോപ്പാണ് നിയമപ്രകാരമുള്ളത്. പക്ഷെ കൊയിലാണ്ടി സ്റ്റാൻഡ് വിട്ട് കഴിഞ്ഞാൽ കൊയിലാണ്ടി പഴയ സ്റ്റാൻഡിൽ നിർത്തും. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു 50 മീറ്റർ 20 മീറ്റർ ദൂരമുള്ള കോടതിക്ക് മുന്നിൽ ബസ് നിർത്തും. അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിനടുത്ത് നിർത്തും, ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ മുന്നിൽ തന്നെ നിർത്തും. അത് വിട്ട് കഴിഞ്ഞാൽ ബോയ്സ് ഹൈസ്കൂളിന്റെ മുന്നിൽ നിർത്തും. അവിടുന്ന് സ്റ്റേറ്റ് ബാങ്കിന്റെ അടുത്ത് നിർത്തും, ശോഭികയുടെ അടുത്ത് നിർത്തും, ഗീതയുടെ അടുത്ത് നിർത്തും, താലൂക്ക് ഓഫീസിന്റെ അടുത്ത്. അങ്ങനെ ഒരുപാട് സ്റ്റോപ്പുകളാണ് ബസ്സിൽ. ഈ റെഡിമെയ്ഡ് ഷോപ്പുകളുടെ ഒക്കെ മുന്നിൽ ഓട്ടോ സ്റ്റാൻഡുള്ള സ്ഥലമാണ്. അവർക്ക് കിട്ടേണ്ട ആളുകളെയാണ് നിയമപരമായിട്ട് നിർത്താൻ ഇടമില്ലാത്ത സ്ഥലത്ത് ബസ്സുകൾ കയറ്റി പോകുന്നത്. അത് RTOന് പ്രശ്നമില്ല. പിന്നെ ഒരു ബസ്സിൽ കയറ്റാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു കണക്കുണ്ട്. അതിനേക്കാട്ടും ഒരു 2 ഇരട്ടിയൊക്കെ ആളുകളെയും കൊണ്ടാണ് കൊയിലാണ്ടി സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തോട്ട് പോകുന്നത്. പക്ഷെ അതൊന്നും ഒരു ഓട്ടോക്കാരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റം വരുമ്പോൾ അവരെ കുടുംബം പട്ടിണിയാവുന്ന സമയത്ത് അവർ പ്രതികരിക്കും. അത് ഏത് ജോയിന്റ് RTO ആയാലും ശരി. ബസ്സുകാരോട് ഒരുപാട് പൈസ കിട്ടുന്നുണ്ടാവും. കാരണം സാധാരണക്കാരായ ഓട്ടോക്കാരുടെ അടുത്ത് നിന്ന് എന്ത് കിട്ടാനാണ്? ദിവസം 500-550 മിച്ചം പിടിക്കാൻ മാത്രം പറ്റുന്ന ഒരു ഓട്ടോക്കാരുടെ അടുത്ത് നിന്ന് എന്ത് കൈക്കൂലിയാണ് ജോയിന്റ് RTOന് കിട്ടുക? അത് കിട്ടില്ല. ബസ്സുകാർക്കൊരു നിയമം, ഓട്ടോക്കാർക്കൊരു നിയമം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും നിയമം ഒരേപോലെയാണ്. അപ്പം അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോഴാണെങ്കിൽ ബസ്സുകാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളും അതിനും ഭീമമായ ചാർജ് ഇടാൻ RTO തയ്യാറാവണം. ഇപ്പോൾ
നിലവിൽ വളരെ ദയനീയമാണ് ഓട്ടോ. ഒരു ദിവസം 500 550 മിച്ചം പിടിച്ച ഭാഗ്യം. കാരണം പല ആളുകളും വണ്ടി വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 300 രൂപയാണ് ഒരു ഓട്ടോ ഒരു ദിവസം ഓടിച്ച, വൈകുന്നേരം വരെ ഓടിച്ച അതിന്റെ ഓണർക്ക് കൊടുക്കേണ്ടത്. ഈ 300 രൂപയ്ക്ക് 1000 പോട്ടെ, 1000 ഓടാൻ പറ്റിയില്ല, എന്നാലും 1000 വെച്ച് കൂട്ടിയാൽ പോലും 300 രൂപയ്ക്ക് അടുത്ത് ഓട്ടോന്റെ വാടക കൊടുക്കണം. ഒരു 200 230 250 ഡീസൽ അടിക്കണം. പിന്നെ ഒരു ദിവസത്തെ എങ്ങനെ നോക്കിയാലും ഒരു 150 റുപ്യ ചെലവും. അതും കഴിഞ്ഞിട്ടാണ് ഒരു ഓട്ടോക്കാരന്റെ കയ്യിലേക്ക് ബാക്കി പൈസ അവന്റെ കുടുംബത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതൊരു സൂചന പണിമുടക്ക് മാത്രമാണ്. ഇനിയും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാത്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ സമര പരിപാടികളുമായി ഓട്ടോക്കാർ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൊയിലാണ്ടിയിലെ ഓട്ടോക്കാർക്ക് ഈ പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യുന്ന പാതയോരം. ഇനി നമുക്ക് അതിലെ കുറച്ച് കാഴ്ചകൾ കാണാം. നമുക്കറിയാം, ഒരിക്കലും നമുക്കിത് സഹിച്ചു പോകാൻ പറ്റാത്ത നിലവിലത്തെ സാഹചര്യം തന്നെ വളരെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് നമ്മൾ കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നിരിക്കെ ഈ ഒരു സാഹചര്യം ഒരിക്കലും അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ CIT നേതാവ് സ്വാമേട്ടൻ, അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. തൊഴിലാളി സുഹൃത്തുക്കളെ, നാട്ടുകാർ, കൊയിലാണ്ടിയിലെ ഓട്ടോറിക്ഷ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ കൊയിലാണ്ടി ജോയിന്റ് RT ഓഫീസിന് മുമ്പിലേക്ക് തൊഴിലാളികളുടെ ഒരു മാർച്ചും ധർണയും വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കുറച്ച് ദിവസമായി കൊയിലാണ്ടി ജോയിന്റ് RT ഓഫീസിലെ MVD ഉദ്യോഗസ്ഥന്മാർ കൊയിലാണ്ടി പേരാമ്പ്ര നടുവണ്ണൂർ മുത്താമ്പി റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷകളെ കൈകാണിച്ചു നിർത്തിക്കൊണ്ട് യാത്രക്കാരെ ചോദ്യം ചെയ്ത് തൊഴിലാളികൾക്ക് താങ്ങാൻ കഴിയാവുന്നതിനേക്കാൾ ഉപരി ഒരു വലിയ ഫൈൻ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന കാരണം ഓട്ടോറിക്ഷ സമാന്തര സർവീസ് നടത്തുന്നു എന്നാണ്. ബസ്സുകാരുടെ പരാതിയിലാണ് അവർ ആക്ഷൻ ആരംഭിച്ചതെന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടി നഗരസഭയ്ക്കകത്ത് പാർക്കിംഗ് പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾ സമാന്തര സർവീസോ ഫെയർലെസ് സർവീസോ നടത്തുന്നില്ല. കൃത്യമായി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് യാത്രക്കാരൻ എങ്ങോട്ടാണോ വിളിക്കുന്നത് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം, കൊയിലാണ്ടി ഒരു ഗ്രാമവും പട്ടണവും ചേർന്ന പ്രദേശമാണ്. കൊയിലാണ്ടി ഉൾപ്രദേശങ്ങളിലേക്ക് മുഴുവൻ നിരവധി പോക്കറ്റ് റോഡുകളുണ്ട്. ആ പോക്കറ്റ് റോഡുകളിൽ നിന്ന് തന്നെ ബസ് സർവീസ് ഇല്ല. അവിടെയൊക്കെ നിരവധി യാത്രക്കാരുണ്ട്. അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും അതോടൊപ്പം അവർക്ക് വേണ്ടി ഏത് സഹായം ചെയ്യാനും കൊയിലാണ്ടിയിലെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഏത് സമയത്തും സന്നദ്ധരാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ബസ്സിൽ കയറേണ്ടവരെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുവരുന്നു. ഞങ്ങളാരും ബസ്സിൽ കയറ്റുന്നവരെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുവരുന്നവരല്ല. ഓട്ടോറിക്ഷയിൽ കയറേണ്ടവർ ഓട്ടോറിക്ഷയിൽ കയറും, ബസ്സിൽ കയറേണ്ടവർ ബസ്സിൽ കയറും. ഒരു ബസ് സ്റ്റോപ്പും കേന്ദ്രീകരിച്ച് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്ന
നടത്തുന്നില്ല. ഇത് കൊയിലാണ്ടി മാത്രമുള്ളതാണോ? കേരളത്തിലെ 14 ജില്ലക്കകത്തും ലക്ഷക്കണക്കായി വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും ബസ് സർവീസ് നടത്തുന്നുണ്ട്. ബസ് സർവീസ് എന്ന് ആരംഭിച്ചിട്ടുണ്ടോ? ഓട്ടോറിക്ഷ സർവീസ് എന്ന് ആരംഭിച്ചിട്ടുണ്ടോ? ആ നിലയ്ക്ക് തന്നെയാണ് ഇന്നും തുടർന്നു പോരുന്നത്. അല്ലാതെ കൊയിലാണ്ടിയിൽ പുതിയൊരു നിയമമൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല. ബസ്സുകാരുടെ ചർച്ച കേട്ടാൽ കൊയിലാണ്ടിയിൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കി ഈ മുത്താമ്പി, പേരാമ്പ്ര, ഊരല്ലൂർ, കടുവണ്ണൂർ റൂട്ടിൽ ഓട്ടോറിക്ഷക്കാർ സമാന്തരമായി സർവീസ് നടത്തുകയാണെന്ന്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആർടി അധികാരികളുടെ മുമ്പിൽ. പാർക്കിംഗ് പെർമിറ്റ് ഇല്ലാത്ത സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ഓട്ടോറിക്ഷകളുണ്ട്. അത്തരം വണ്ടികളുടെ പേരിൽ സർവീസ് ആയാലും സമാന്തര സർവീസ് ഉണ്ടെങ്കിലോ നടപടി സ്വീകരിച്ചോളൂ. ഞങ്ങളെതിരല്ല. എന്നാൽ വ്യാപകമായി ഈ പെർമിറ്റുള്ള പാർക്കിംഗ് പ്ലേസ് ഉള്ള ഓട്ടോറിക്ഷകളെ തടയുന്നത് എപ്പോഴെങ്കിലാണ് നമുക്കൊരു ഓർഡർ കിട്ടും. നമുക്കറിയാം ഇപ്പോഴത്തെ സ്ഥിതി. പൊതുവെ നാട്ടുകാരുടെ കയ്യിൽ കാശില്ല. ഓട്ടോറിക്ഷകളാണെങ്കിൽ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നതിനോ രജിസ്ട്രേഷൻ കൊടുക്കുന്നോ യാതൊരു നിയന്ത്രണവുമില്ല. ഇഷ്ടം പോലെ കൊടുക്കുകയാണ്. ഈ കൊടുത്തുകൊണ്ടിരുന്ന വണ്ടികളൊക്കെ എങ്ങോട്ടാ പോണത് ശ്രദ്ധിക്കണ്ടേ? അധികാരികൾ ശ്രദ്ധിക്കണ്ടേ? ഇത്രയും വാഹനങ്ങൾക്ക് ഓടാനുള്ള സൗകര്യം നമ്മുടെ പ്രദേശങ്ങളിലുണ്ടോ? ഈ മുത്താമ്പി, അരിക്കുളം, പേരാമ്പ്ര റോഡിൽ നിരവധി ബസ് പോകാത്ത പോക്കറ്റ് റോഡുകളുണ്ട്. ആ പ്രദേശങ്ങളിലേക്ക് ഓട്ടോ വിളിച്ചു പോയാൽ അവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് ഓട്ടോറിക്ഷയിൽ യാത്രക്കാർ കയറും. അവരെ ഞങ്ങൾ കൊയിലാണ്ടിയിൽ എത്തിക്കും. അതെല്ലാം ബസ്സിൽ കയറുന്ന ആളുകളാണ്. അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? അതുകൊണ്ട് ഈ പരിപാടി ഈ MBD ഉദ്യോഗസ്ഥന്മാർ അവസാനിപ്പിക്കുക. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോയിന്റ് RTOന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, കൊയിലാണ്ടി നഗരത്തിൽ നമുക്കറിയാം എപ്പം നോക്കിയാലും ട്രാഫിക് ഗതാഗതക്കുരുക്കാണ്. മുഖ്യ പങ്ക് വഹിക്കുന്നത് ബസ്സുകാരാണ്. ബസ്സുകാർ ബസ് സ്റ്റാൻഡിൽ നടത്തിയ ദേശീയപാതയ്ക്ക് തെക്കോട്ടും വടക്കോട്ടും ഓരോ പോയിന്റിലും ബസ് നിർത്തി യാത്രക്കാരെ കയറ്റിയല്ലേ? ഇതാരെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആശുപത്രിയുടെ കവാടം, ആശുപത്രി കവാടത്തിൽ ബസ് സ്റ്റോപ്പുണ്ടോ? അവിടെ ഓട്ടോറിക്ഷയുടെ ബാങ്ക്. ഓട്ടോറിക്ഷയിൽ കയറാൻ വരുന്നവൻ വരെ യാത്രക്കാരൻ വരെ ബസ് അവിടെ കൊണ്ടുവരുന്ന അതിൽ കയറി പോവുക. നമുക്കൊരു 30 രൂപ കിട്ടുന്ന ഇല്ലാതാക്കിയല്ലേ? എവിടെ നോക്കിയോ ശോഭികയുടെ മുമ്പിൽ, ടെക്സയുടെ മുമ്പിൽ, ഈതയുടെ മുമ്പിൽ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ഓരോ പോയിന്റിലും ബസ് നിർത്തി ആളെ കയറ്റിക്കൊണ്ടുപോവുക. ബസ്സിൽ കുത്തി നിറച്ചില്ല ആളെ കൊണ്ടുപോകുന്ന മത്സര ഓട്ടമല്ലേ? അതൊക്കെ ശ്രദ്ധിക്കാൻ അവിടെ ആളുണ്ടോ? ഓട്ടോറിക്ഷക്കാരൻ കിട്ടാൻ വരുമ്പോ രണ്ടാളെ കയറ്റിപ്പോയി അത് ബസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് അവരെ കുറിപ്പിക്കുക. താങ്ങാൻ പറ്റുന്നതാണ് നമുക്ക് താങ്ങാം. ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ പണിയെടുത്താൽ ഒരു മിനിമം കൂലി പോലും കിട്ടുന്നില്ല. പലരും വാടകയ്ക്ക് വണ്ടി എടുത്ത് ഓടിക്കുന്ന ആളുകളാണ്. മണിക്കൂറുകളോളം ഇരുന്നാലാണ് ഒരു 30 രൂപ കിട്ടുക. ആ 30 രൂപയ്ക്ക് മടക്ക യാത്രയുമില്ല. ആ രൂപത്തിൽ ദുരിതപൂർണമാണ് ഈ തൊഴിലാളികളുടെ ജോലി. ഇതൊന്നും പരിഗണിക്കാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ ബസ്സുകാരുടെ ചില പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷകൾക്ക് നേരെ നടപടി സ്വീകരിക്കും. ഇത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിതൊരു സൂചന സമരമാണ് നടത്തുന്നത്. ഈ നിലപാട് തന്നെയാണ് തുടർന്നു പോകുന്നതെങ്കിൽ അനിശ്ചിതകാല സമരം ഉൾപ്പെടെയുള്ള നമ്മൾ ആലോചിക്കേണ്ടി വരും. നമ്മൾ ജീവിക്കാൻ അനുവദിക്കണം. തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കണം. അവരുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഞങ്ങളാരെ ആക്രമിക്കുകയോ പിടിച്ചു പറിക്കുന്നോ ഇല്ല. ന്യായമായ കൂലി വാങ്ങി സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികളെ ഇങ്ങനെ പിടിച്ചു പറിക്കാനും അല്ലെങ്കിൽ അവർ നമുക്കറിയാം, നമ്മള് ഈ
10-25 വർഷമായി ഇവിടെ RTO ഓഫീസ് കൊയിലാണ്ടി വന്നു. ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ വരുന്ന ഒരു ഉദ്യോഗസ്ഥനും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും നേതാക്കന്മാരെ ഇരുത്തി ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ്. ഈ അടുത്ത് വന്ന ഒരു ഉദ്യോഗസ്ഥൻ, അയാളുടെ ധാർഷ്ട്യമാണ് ഇന്നിവിടെ ഈ സമരം ഈ ഘട്ടത്തിലെത്താൻ കാരണമായത്. ഞങ്ങളൊരു പരാതി കൊടുത്തു, പരാതിക്ക് യാതൊരു പരിഹാരവുമില്ല. കാരണം അദ്ദേഹം ബസ് ഓണേഴ്സിന്റെ ഭാഗത്താണ്, അവര് ബായ് കളി കളിക്കുകയാണ്. നിർബന്ധമായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണം. ഇല്ലെങ്കിൽ ഇത് ഇന്നൊന്ന് സൂചനാ പണിമുടക്ക് ആണെങ്കിലും ഈ സമരമാണെങ്കിലും നമുക്ക് വലിയൊരു പ്രതിസന്ധി മുമ്പിലുണ്ടാകും. കാരണം ഇവർ പല പ്രതികരിക്കാൻ നിർബന്ധം. ഇന്നലെ തന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ് അവർക്ക് ഇതൊരു പ്രശ്നമല്ല എന്നാണ്. ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഞങ്ങളെ ഒന്നായിട്ടത് തടഞ്ഞു വെച്ചാലും ഞങ്ങൾക്കതൊരു വിഷയമല്ല, ഞങ്ങളിത് പലതും കണ്ടതാണെന്ന് ഇന്നലെ ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ നല്ലപോലെ സംസാരിക്കാൻ പോയതാണ്, പക്ഷെ ഞങ്ങളോട് അയാൾ പ്രതികരിച്ചത് അങ്ങനെയാണ്. കാരണം 3000 രൂപയല്ലേ എന്ന് ചോദിച്ചു. 3000 രൂപ അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരിക്കില്ല. കാരണം ഒരു ദിവസം 3000-ൽ ജാസ്തി അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ 3000 രൂപ ഒരു പ്രശ്നമായിരിക്കില്ല. പക്ഷെ ഈ സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് 3000 രൂപ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പൈസയാണ്. അപ്പൊ നിർബന്ധമായും ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ പേരെടുക്കുന്ന നടപടി ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കും ഏത് വിധേനയും. കാരണം നിങ്ങൾക്ക് ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇനി ഒരു സമയം ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഞങ്ങൾക്ക് ജോലിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ബസ് ഓണേഴ്സിന്റെ ചില നേതാക്കന്മാർ ഈ RTO ഓഫീസുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം ഞങ്ങൾ പല കമ്മിറ്റികളിലും പങ്കെടുക്കുന്നതാണ്. ബസ് ഓണേഴ്സിന്റെ പല നേതാക്കന്മാർക്കും ആക്കുക. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഒരു ഓട്ടോറിക്ഷക്കാരുടെ വിഷമം പോലും ചർച്ച ചെയ്യുന്നില്ല. ഒരു പരാതി കൊടുത്തിട്ട് പരാതിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ? ഒരു മേശയുടെ വട്ട് ഇരുന്നുകൊണ്ട് ഇതിനെ ചർച്ച ചെയ്യേണ്ടി ഒന്നും ചെയ്യാതെ നിർബന്ധമായും ബസ് ഓണേഴ്സ് മാത്രം അനുകൂലമായി കൊണ്ടുനിൽക്കുകയാണ്. നമുക്ക് ബഹുമാനായ ഉദ്ഘാടകൻ, പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാർ, നമ്മുടെ സമരത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബാബുവേട്ടൻ വിവരിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാ തൊഴിലാളികൾക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു. നമ്മൾ ചട്ടലംഘനം നടത്തുന്നു എന്ന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ നിയമലംഘനം നടത്തുന്നു എന്ന് പറഞ്ഞാണ് ഈ MVI, അതായത് RTO ജീവനക്കാർ നമുക്ക് ഭീമമായ ഫൈനുകൾ ഏർപ്പെടുത്തുന്നത്. ആ സ്ഥിതി ഇനിയും തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിയമം പാലിക്കുകയാണെങ്കിൽ എല്ലാവരും നിയമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ബസ്സുകാർക്കും ഈ നിയമങ്ങളൊക്കെ ബാധകമാണ്. അവര് ബസ് സ്റ്റോപ്പുകളിൽ ബസ് നിർത്തുക, ആളെ എടുക്കുക, അതുപോലെ തന്നെ അവർക്ക് അനുവദിച്ച ആളുകളെ മാത്രം ബസ്സിൽ നിർത്തുക, പിന്നെ വിദ്യാർത്ഥികളെ കൂട്ടിങ് ചെയ്യാതെ അവരെ യഥാസമയം ബസ്സിൽ കയറ്റാൻ അനുവദിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം, അവരത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ എല്ലാ തൊഴിലാളികളുടെയും പങ്കാളിത്തം വളരെ മാന്യമായി തന്നെ നടന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു സൂചന മാത്രമാണ്. നാളെയും നമുക്ക് ചിലപ്പോൾ ഇവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുകൾ ഇങ്ങനെയാണെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് വരേണ്ടി വരും. അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ തൊഴിലാളി സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുവന്നത്. ഇതിൽ കൂടുതൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഓട്ടോ തൊഴിലാളി കോർഡിനേഷന് കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നമുക്കറിയാം, നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയായിരിക്കും. ബസ് തൊഴിലാളികൾക്കും ബസ് മുതലാളിമാർക്കും മറ്റൊരു നിയമം, ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് മറ്റൊരു നിയമം എന്ന കിരാതമായ നടപടി അതെങ്ങും ഞങ്ങൾ കണ്ടിട്ടില്ല. വളരെ വേദനയോടുകൂടിയാണ് ഈ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത്തരം നടപടികൾ നിങ്ങൾ അവസാനിപ്പിക്കണം. കൊയിലാണ്ടിയില് നിങ്ങൾ ബസ്സുകാരുടെ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ആളെ കുത്തിനിറച്ച് പോകുന്നതും വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് യാത്രക്കാരെ കയറ്റി നിറച്ചു കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ കാണുന്നുണ്ട്. എന്തെങ്കിലും നടപടി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? എത്രമാത്രം പരാതികൾ ഞങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്കതൊന്നും നോക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ അന്നന്ന് അസ്ഥിക്ക് വടിയില്ലാതെ
രാവും പകലും പണിയെടുത്ത് വെയിലും മഴയും കൊണ്ട് അത്രയും കഷ്ടപ്പെടുന്ന തൊഴിലാളികളാണ് ഈ ഓട്ടോ തൊഴിലാളികൾ. അവരുടെ കുടുംബം ഇവിടെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ഓരോ തൊഴിലാളികളുടെ ഒരു നേരം കുറച്ച് സമയം അവരിവിടെ ചെലവഴിക്കുക. എത്രമാത്രം പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് ഈ തൊഴിലാളികളെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. വാടക വീട്, അതുപോലെ വാടകത്തെ വണ്ടി ദിവസം 500-600 രൂപ കിട്ടിയാൽ കിട്ടി. അത്രമാത്രം വിഷമകരമായ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഒരു നിയമത്തിന്റെ കുന്തമന തൊഴിലാളികൾക്ക് നേരെ വരിക. ഈ തൊഴിലാളികൾ പട്ടിണി കിടന്നാൽ ഞങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല കേട്ടോ. ഞങ്ങൾ പട്ടിണിയായ മനുഷ്യന് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. പട്ടിണി കിടന്ന് ഞങ്ങളെ ദുരിതക്കോട്ടത്തിൽ നിങ്ങൾ തള്ളിവിടുകയാണെങ്കിൽ മോട്ടോർ തൊഴിലാളികളുടെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയുക, നിയമം ചിലപ്പോൾ ഞങ്ങൾ കൈയെടുക്കേണ്ടി വരും. നിങ്ങളെ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾക്ക് തടയേണ്ടി വരും. യാതൊരു തർക്കവും വേണ്ട. പാവപ്പെട്ട തൊഴിലാളികൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിലും ഭേദമല്ലേ ഈ തൊഴിലാളികൾ സംഘടിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും ഭയപ്പെടേണ്ട. നമ്മൾ കാലാകാലമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇവിടുത്തെ ബസിന്റെ ഓണേഴ്സ് അതുപോലെ RTO സമ്മർദ്ദത്തിൽ കൊയിലാണ്ടിയിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ, ഫോട്ടോ എടുത്ത ബസ് തൊഴിലാളികൾ, ഇവർക്കാരാ ഇതിനുള്ള അധികാരം വരുന്നത്? ഇവിടുത്തെ പോലീസാണോ തൊഴിലാളികൾ ഡ്രൈവർമാരോ? ഇത്തരം അന്യായമായ രീതിയിലുള്ള സ്വഭാവം നിങ്ങൾ കാണിച്ചാൽ തെരുവിൽ നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് തൊഴിലാളികളോട് ഞങ്ങൾ പറയാ. യാതൊരു തർക്കവും കണ്ടെത്തരുത്. തൊഴിലാളികളെ ദ്രോഹിക്കാൻ നിൽക്കരുത്. നിങ്ങളും തൊഴിലാളിയാണ്, ഞങ്ങളും തൊഴിലാളിയാണ്. ഇപ്പൊ എന്താ തൊഴിലാളികളുടെ പ്രശ്നം എന്നറിയോ? അവർക്ക് കലക്ഷൻ പറ്റിയ ആ കലക്ഷൻ പറ്റ എങ്ങനെങ്കിലും ഒരു 10, 200, 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ ഇവരെ പോക്കറ്റിലല്ല വരിക. ഇപ്പൊ മുതലാളിയല്ല, ഇപ്പം തൊഴിലാളിയാണ് പണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളെ എങ്ങനെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയോ നിയമങ്ങൾ ഇവിടെ ഉണ്ട്. നിയമങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടുത്തെ ബസ്സിലെ കണ്ടക്ടർമാർക്ക് എത്ര പേർക്ക് ലൈസൻസ് ഉണ്ട് ഒന്ന് പരിശോധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇവിടുത്തെ വിദ്യാർത്ഥികളെ കെട്ടിലെടുത്ത് വിദ്യാർത്ഥികളെ വെയിലത്ത് പെരുവേലത്ത് നിർത്തിക്കൊണ്ട് ബസ്സിന് എത്ര ദ്രോഹപരമായ സമീപനം സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ നടപടി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? ഇവിടുത്തെ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ നിന്ന് നമ്മുടെ പുറകിലല്ലേ നിങ്ങളും ഞങ്ങളും എല്ലാം ഇരുന്നുകൊണ്ട് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ നിന്നുകൊണ്ട് ഗതാഗതക്കുറിപ്പുണ്ടാക്കുന്നത് ബസ്സുകാരാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അത് മുകളിൽ കിടക്കുന്നില്ല. ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിങ്ങളുടെ നടപടിയിൽ അങ്ങേയറ്റ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇതൊരു സൂചന സമരമായി മാത്രം കണ്ടു ഇനിയും നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നിങ്ങളെ തെരുവിൽ തടയാൻ പോലും ഞങ്ങൾ മടക്കില്ല എന്ന് ഒരു പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മള് ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നേരത്തെ സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം ഞാൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധന വേണ്ട എന്ന് മന്ത്രിയും ഗതാഗത വകുപ്പും ഉത്തരവിട്ടതാണ്. അത് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയായിട്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മള് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ കൈകാണിച്ചു നിർത്തി യാത്രക്കാരനെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പോയാൽ സമരപരിപാടികൾക്കൊപ്പം ഞങ്ങൾക്ക് നിയമ നടപടിയും ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടി വരുന്ന ഞങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഞങ്ങൾ നിയമം പറയുമ്പോ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ബസ്സുകാർക്കെതിരെ ഇപ്പം പറഞ്ഞല്ലോ, ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുവന്നതും നമ്മുടെ ഈ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിലൊക്കെ തീരുമാനം എടുത്ത് അതിന് വിരുദ്ധമായി സ്റ്റോപ്പില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ സ്റ്റോപ്പ് ബസ് നിർത്തി ആളുകളെ കയറ്റുന്നതൊക്കെ തന്നെ അതിന് നടപടിക്ക് വിധേയരാവണ്ടേ? അത് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഈ ബസ്സുകാരോടാണ് കാര്യമായിട്ട് മോട്ടോർ വാഹന വകുപ്പുകാർക്ക് കൂടുതൽ താല്പര്യം. കാരണം അത് നമുക്കറിയാം. കാരണം നമ്മളെ പഴയ RTO ഓഫീസിൽ നിന്ന് ഞാൻ അതിന് സാക്ഷിയാണ്. ഒരു ഉദ്യോഗസ്ഥൻ പൈസ വേസ്റ്റ് ബക്കറ്റിലേക്ക് എറിയുന്ന ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ അന്നത്തെ ജോയിന്റ് RTOയോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ചെന്നപ്പോ. അപ്പോ
എല്ലാ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയെന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഓഫീസിലും ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആദ്യം നിങ്ങളുടെ ഓഫീസ് നിങ്ങൾ നന്നാക്കും, അതിനുശേഷം പുറത്തിറങ്ങി നന്നാക്കാൻ മതി എന്ന് ഞങ്ങൾ പറയാണ്. ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കില്ല. കാരണം തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും അതുപോലെ തന്നെ ഈ യോഗം സ്വാഗതം പറഞ്ഞ നിഷാദ്, അധ്യക്ഷം വഹിച്ച റാഫി, ഉദ്ഘാടനം ചെയ്ത സോമശേഖരൻ, പിന്നീട് സംസാരിച്ച ബാബുരാജ്, രവീന്ദ്രൻ, അതുപോലെ തന്നെ ഗോപി തുടങ്ങിയ മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ യോഗ നടപടി അവസാനിച്ചതായി പ്രഖ്യാപിക്കാം. ഒരു ദിവസം 500 രൂപയ്ക്ക് താഴെ മാത്രം വരുമാനം ലഭിക്കുന്ന ഓട്ടോ തൊഴിലാളികളുടെ കയ്യിൽ നിന്നും ഒന്നും കിട്ടില്ലെന്ന് ജോയിന്റ് RTOക്ക് അറിയാം. ബസ്സുകാരോട് കാശ് വാങ്ങി കാണിക്കുന്ന ഈ കുന്തളിപ്പ് RTO അവസാനിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.